മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സായങ്കാലം, അതായത് പ്രായമാകുമ്പോൾ മക്കളിൽ നിന്ന് ലഭിക്കുന്ന മധുരിക്കുന്ന അനുഭവമുള്ള പുണ്യം ചെയ്ത മക്കളുള്ള നല്ല കുടുംബം, ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഇത് നമുക്ക് നല്ലൊരു കുടുംബത്തെ പരിചയപ്പെടാം. ഇടുക്കി രൂപതയിൽപ്പെട്ട വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിലെ ഒരു കുടുംബമാണ്. ജോസഫ് ചേട്ടൻ, 94 വയസ്സുള്ള ജോസഫ് ചേട്ടൻ, ആ പിതാവിൻ്റെ ജീവിത പങ്കാളി മറിയക്കുട്ടി 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഇവർക്ക് 8 മക്കളെ ദൈവം നൽകി. 75 വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ ഒരു കുടുംബം കഷ്ടപ്പാടുകളിലൂടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മലമ്പനി, വന്യമൃഗങ്ങൾ എന്നിവയോട് പൊരുതി, കാലാവസ്ഥയോട് പൊരുതി, വഴിയില്ല, വെള്ളമില്ല, പള്ളിയില്ല, ആശുപത്രിയില്ല. ഇതേ ജീവിത സാഹചര്യങ്ങളിൽ ഇന്നുള്ള മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം സാഹസികമായ ജീവിതം നയിച്ച ആ കുടുംബം, വിശ്വാസ ജീവിതം നയിച്ച കുടുംബം, കഷ്ടപ്പാടുകളിലൂടെ മക്കളെ വളർത്തി ആ മക്കൾ ഇന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ നല്ല പിതാവ്, ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മാപ്രയിൽ ജോസഫ് എമ്മയുടെ ഭവനം. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പിലാണ് ഇവരുടെ ഭവനം. സെയിന്റ് ജോർജ് കത്തീഡ്രൽ ചർച്ച് വാഴത്തോപ്പ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് മാപ്രയിൽ ജോസഫ് എമ്മെ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അപ്പച്ചൻ. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ ചാച്ചൻ്റെ 3ാമത്തെ മകനാണ്. ആൺമക്കളിൽ മൂത്തയാളും. ഇവിടെ കുടിയേറ്റ കാലത്ത് ചാച്ചൻ ഇവിടെ വന്ന് ഈ ഭൂമി വെട്ടിത്തെളിക്കുകയും കൃഷിദേഹങ്ങൾ പിടിപ്പിക്കുകയും ചെയ്തതാണ്. അമ്മയും ചാച്ചനും വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 8 മക്കളായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ നിലത്ത് പടിഞ്ഞിരുന്ന് ഒക്കെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അമ്മ അന്ന് ഞങ്ങൾക്ക് 10 പാത്രം, 8 മക്കളും ചാച്ചനും അമ്മയും 10 പാത്രം നിരത്തി വെച്ച് അതിൽ ചോറ് കോരി എല്ലാത്തിലും ഇട്ട് ഞങ്ങൾക്ക് തരുന്ന ഒരു അടുക്കളയിൽ തന്നെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ചാച്ചന് പിന്നെ മക്കൾക്ക്, അമ്മയ്ക്ക്, അമ്മയ്ക്ക് ഏറ്റവും അവസാനമാണ് ആ പാത്രത്തിൽ കോരിയിടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ കഠിനാധ്വാനത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരെയും വിവാഹം ചെയ്ത് അയച്ചു. ഓരോരുത്തരെ മൂത്തവരെ വിവാഹം ചെയ്ത് കഴിച്ചു. ഞാനും വിവാഹം കഴിച്ചു. എനിക്ക് ഒരു മകനാണുള്ളത്. കൊച്ചുമക്കൾ 2 പേരുണ്ട്.
അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് എൽസി. ഞാൻ ചാച്ചൻ്റെ മൂത്ത മരുമോളാണ്. എൻ്റെ ഭർത്താവ് തങ്കച്ചൻ, എൻ്റെ മോൻ എബിൻ, എൻ്റെ മോള് ഡാനി. ഞങ്ങൾക്ക് രണ്ട് കൊച്ചുമക്കള്, തോമാച്ചൻ, ജോസു. ചാച്ചനെയും അമ്മയെയും കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമായിരുന്നു ചാച്ചനും അമ്മയും. കഠിനാധ്വാനം, കൃത്യനിഷ്ഠ, ഉറച്ച വിശ്വാസം, ദൈവവിശ്വാസം, ഇതെല്ലാം ഞങ്ങൾ കണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അമ്മ മരിച്ചിട്ട് 4 വർഷമായി. അമ്മ ഒത്തിരി കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. എഴുന്നേൽക്കാനും പ്രാർത്ഥിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൃത്യം സമയമായിരുന്നു. ചാച്ചനെയും അമ്മ 2.5 വർഷം കിടന്നിട്ടാണ് മരിച്ചത്. ആ 2.5 വർഷം ഒത്തിരി സന്തോഷത്തോടെയും ഒത്തിരി സ്നേഹത്തോടെയും അമ്മേനെ നോക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതേപോലെ തന്നെ ചാച്ചനെയും. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം പോകുന്നു. മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. കാരണം അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിവേര് ബലപ്പെടുത്തിയത് മാതാപിതാക്കളാണ്. എൻ്റെ പേര് ആലീസ്. ഞാൻ ചാത്തൻ്റെ മൂത്ത മോള്. എനിക്ക് 7 കുട്ടികളുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ചാത്തനെ കുറിച്ച് പറയുമ്പം അമ്മ മരിച്ചുപോയി. പിന്നെ ചാത്തനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മകൾ മാത്രവും നല്ല സ്നേഹവും എല്ലാം നൽകി ഞങ്ങളെ വളർത്തി. എൻ്റെ പേര് മേരി. താമസിക്കുന്നത് കൊക്കരക്കുളത്ത്. പിന്നെ എനിക്ക് 2 പിള്ളേർ. ഞാൻ 2ാമത്തെ ആള് വീട്ടിൽ. പിന്നെ ഇത് ഭർത്താവ്, മകന്, മരുമോള്, 3 കുഞ്ഞുമക്കള്. പിന്നെ ഒരു മോള് സിസ്റ്ററാണ്, വന്നില്ല. ഞങ്ങൾ 8 പിള്ളേരുണ്ട്. എല്ലാവരെയും അപ്പച്ചനും അമ്മച്ചിയൊക്കെ നന്നായിട്ട് നോക്കി. എൻ്റെ പേര് ജോർജ്. ഞാൻ ചാച്ചൻ്റെ 2ാമത്തെ മകളെ വിവാഹം കഴിച്ച ആളാണ്. ഞാൻ താമസിക്കുന്നത് കൊക്കരക്കുളത്താണ്. 1983 ഞാനിവിടെ എൻ്റെ വിവാഹം നടന്നത്. പിന്നെ ഇപ്പം നമ്മൾ ചാച്ചൻ്റെ 95ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ചെറിയൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നമ്മളെ വേർപിരിഞ്ഞു പോയിട്ട് 3 വർഷം കഴിഞ്ഞു. അതിൽ ആ അമ്മയെ നമ്മൾ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിക്കുന്നു. പിന്നെ എനിക്ക് മാപ്രേ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാപ്രേ കുടുംബത്തിൻ്റെ ഒരു ചരിത്ര പുരുഷനാണ് ചാച്ചൻ. ഈ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു വിവാഹം നടത്താൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അതിൽ സംതൃപ്തനാണ്. ചാച്ചനെക്കുറിച്ച് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാണ്. അതായത് ഈ പ്രദേശത്തെ ഒരു മികച്ച ഒരു കൃഷിക്കാരനായിട്ടാണ് ഇവിടെ പുതിയ പല പുരസ്കാരങ്ങളും കൃഷിഭവനിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ. ഈ മാപ്രേ കുടുംബത്തിൽ ഒരു പ്രഭാത നക്ഷത്രം പോലെ ഇന്നും ആരോഗ്യത്തോടും കൂടി ജീവിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച സർവശക്തനായ ദൈവത്തെ ഞാൻ നമിക്കുന്നു. ഇനിയും കൂടുതൽ ദീർഘായുസ്സും ആരോഗ്യവും നൽകി സർവശക്തനായ ദൈവം ചാച്ചനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് അപ്പച്ചൻ എന്നാണ്. ഞാൻ ഈ വീട്ടിലെ ആൺമക്കളിലുള്ള ആളാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. 2 ആൺമക്കളാണ്. ഒരാൾ പൂനെയിലാണ് ചെറിയ ജോലി ചെയ്യുന്നത്. ഒരാൾ പാലിയേറ്റീവിൻ്റെ വണ്ടി ഓടിക്കാൻ പോകുന്ന ആളാണ്. അതിന് പോയിരിക്കുകയാണ്. എൻ്റെ ചാച്ചനെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കഠിനാധ്വാനികളായിരുന്നു 2 പേരും. ചാച്ചനും അതായിരുന്നു, അമ്മയും അതായിരുന്നു. ശരിക്കും പറമ്പിൽ അധ്വാനിച്ച് തന്നെ ജീവിച്ച്
അത് കണ്ട് ഞങ്ങളും പഠിച്ചു. വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 10ാം പഠിച്ച് കഴിഞ്ഞപ്പം ഈ പറമ്പിൽ പണിയോടായിരുന്നു നമുക്കും താല്പര്യം കൂടുതൽ. പണിയുന്ന കാര്യത്തിൽ ഒരു മടിയില്ലായിരുന്നു, പറമ്പിൽ പണിയും ചെയ്യായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും എല്ലാ മക്കളെയും ഒരേ രീതിയിൽ കാണുകയും സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ആ സന്തോഷത്തോടുള്ള ജീവിതത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് മാത്രം മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. ബാക്കി എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ 3ാമത്തെ മരുമകളാണ്, ഇളയതാണ്. വളരെ നല്ല കുടുംബമാണ്. വഴക്കോ അങ്ങനെയൊന്നും ഈ കുടുംബത്തിലില്ല. എല്ലാവരും ഒന്നുചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്ന് ഓർത്താൽ സന്തോഷം തോന്നില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വിളമ്പി അമ്മ വിളമ്പിത്തരും എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരുന്ന് കഴിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് ഇന്നുവരെ നടന്നത്. പിന്നെ അമ്മയും ചാച്ചനും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒത്തിരി നല്ലതുമായിരുന്നു. എൻ്റെ പേര് പിലോമിന. എന്നെ കെട്ടിച്ചിരിക്കുന്ന അണക്കര ചാച്ചൻ്റെ അമ്മയുടെ 6ാമത്തെ മകളാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. മോൻ്റെ പേര് റിനു, മോളുടെ പേര് ജോസ്മി. മൂത്ത കൊച്ചിൻ്റെ പേര് ജസ്വിൻ, 2ാമത്തവൻ്റെ പേര് ജെയ്വിൻ, 3ാമത്തെ ജസ്ന. പിന്നെ ചാച്ചനും അമ്മയും ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ചാച്ചൻ നേരത്തെ പള്ളിയിലെ കൈക്കാരനൊക്കെ ആയിരുന്നു. പാട്ടൊക്കെ ശരിക്ക് ഹാർമോണിയൊക്കെ വെച്ച് ഓടക്കുഴലൊക്കെ ഊതി വായിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ നല്ല ദൈവവിശ്വാസത്തിലാണ് വളർത്തിയ. സന്ധ്യാസമയത്തൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ നല്ല നിർബന്ധമായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തി സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞുകൂടി. എൻ്റെ പേര് കുഞ്ഞുവൻ. ഞാൻ അണക്കരയാണ് താമസം, അണക്കര ചെല്ലാറുമില്ല. ഞാൻ ഇവിടെ വന്ന് വിവാഹം കഴിച്ച് 6ാമത്തെ നിലയാണ്. ചാച്ചനെ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് വരും. അപ്പം അമ്മച്ചിയെ കാണണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരണം. അമ്മച്ചി ഒരു കാരണവശാലും ബസ്സേ കയറിയല്ല, ഛർദിക്കുന്നും പറഞ്ഞ് വരത്തില്ല. ആകപ്പാടെ 2 പ്രാവശ്യം കണ്ടുള്ളൂ അവിടെ വന്നിട്ടുള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്ത്. എപ്പോഴും അമ്മച്ചിയെ കാണാൻ മാത്രം ഇങ്ങോട്ട് വരുള്ളൂ. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഈ വീട്ടിലെ 7ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ചാച്ചനെയും അമ്മയെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം പറയാനുള്ളത്, ഇവർ 2 പേരും ഞങ്ങളുടെ ചെറുപ്പകാലത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് കൃത്യമായി ചെയ്യിച്ച് 2 പേരെ ഉത്തരവാദിത്തങ്ങൾ നന്നായി 2 പേർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിച്ച 2 മാതാപിതാക്കളാണ്. എൻ്റെ പേര് ലൂസി. ഞാൻ ഇവിടുത്തെ ചാച്ചൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ മോളാണ്. 8 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ്. എൻ്റെ ഹസ്ബൻഡ് ജോയി. ഞങ്ങൾക്ക് 2 മക്കളാണ്. 2 പേരും വിവാഹം കഴിഞ്ഞു. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് ചാച്ചനെ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ. ചാച്ചൻ ഞങ്ങളുടെ ഓർമ്മയിൽ രാവിലെ എഴുന്നേൽക്കുന്നു, കടുങ്കാപ്പിയൊക്കെ കുടിച്ചിട്ട് പറമ്പിലോട്ട് ഇറങ്ങുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചാണ് ഞങ്ങളുടെ ചാച്ചൻ. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒത്തിരി നന്നായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുക്കളയിൽ ഇങ്ങനെ എല്ലാവർക്കും പാത്രം വിളമ്പി വെച്ച് ഞങ്ങൾ 8 മക്കൾക്കും ചാച്ചൻ ആദ്യം വിളമ്പും, പിന്നെ 8 മക്കൾക്കും ഭക്ഷണം വിളമ്പും, എന്നിട്ട് ലാസ്റ്റാണ് അമ്മച്ചിക്ക് വിളമ്പുന്നത്. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ചേച്ചി കെട്ടി വരുന്ന മക്കൾ മാതാപിതാക്കളെ നോക്കാഞ്ഞിട്ട് വിഷമിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് നോക്കിയല്ല. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം എനിക്ക് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചി എന്നും രാത്രിയിൽ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. കൊന്ത ചൊല്ലിയാണ് ചേച്ചിയുടെ ചേട്ടായും ചേച്ചിയും കൂടെ രാവിലെ 5 ആകുമ്പോൾ എഴുന്നേറ്റിരുന്ന് കൊന്ത ചൊല്ലും. കൊന്ത ചൊല്ലിയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ പേര് ജോയി എന്നാണ്. ഇതെൻ്റെ ഭാര്യ വീടാണ്. ഞങ്ങൾ ഇവിടുത്തെ കൊച്ചുമക്കളാണ്. ചാച്ചൻ ഇപ്പോഴും കൊച്ചുമാനെന്നേ വിളിക്കാറുള്ളൂ. ഇപ്പോഴും ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ ചാച്ചന് വലിയ സങ്കടമാകും. അതുകൊണ്ട് ഞങ്ങളൊരു 15 ദിവസമൊക്കെ കൂടുമ്പം ഇവിടെ കൂടാറുണ്ട്. ചാച്ചനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ അതിരാവിലെ ഇറങ്ങി പറമ്പിൽ കഠിനമായിട്ട് അധ്വാനിച്ച് മക്കളെയെല്ലാം എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ജീവിച്ച ഒരാളാണ്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചൻ. അപ്പച്ചൻ്റെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഇവരെ
കൂടുതൽ സന്തുഷ്ടരാക്കുന്നത്. എൻ്റെ പേര് നോബിള്. ഞാൻ ചാച്ചൻ്റെ രണ്ടാമത്തെ മോളുടെ മൂത്ത മകനാണ്. അപ്പോൾ എനിക്ക് ചാച്ചനെ അമ്മേനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരിയധികം നല്ല ഓർമ്മകളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒത്തിരിയധികം ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ ദൂരെയാണ് ഞങ്ങളുടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ അമ്മ വീട്ടിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ആവേശമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് ഈ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വേറെ എവിടെയും പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു ടൂർ പോകുകയെന്നൊക്കെ ഉള്ളത് പറഞ്ഞാൽ തന്നെ അമ്മ വീട്ടിലേക്ക് പോകുകയെന്നൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ പറയുവാണെങ്കിൽ ചാച്ചനും അമ്മയുടെ ഒക്കെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകരണീയമായിരുന്നു. കാരണം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അപ്പം അമ്മയൊക്കെ ആണെങ്കിൽ രാവിലെ 4 മണിക്ക് എണീറ്റ് അവിടെ പാത്രം കഴുകുന്നതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അപ്പം 4 മണിക്ക് എണീക്കുന്നു, പാത്രം കഴുകുന്നു. അത് ഡെയിലി റുട്ടീനാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തൊക്കെ താമസിച്ച് കിടക്കുന്നു, അങ്ങനെയുള്ള എന്തൊക്കെ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയെങ്കിലും താമസിച്ച് എണീക്കുക അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന മാതിരി എങ്ങനെയാണെങ്കിലും 4 മണിക്ക് എണീക്കും. പിന്നെ ചാച്ചൻ രാവിലെ എണീറ്റ് പറമ്പിലേക്ക് പോകുന്നു, കാപ്പി കുടിക്കാൻ വരുന്നു. അപ്പോൾ നമ്മളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സ്നേഹത്തോടെ. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനും പിന്നെ ഒരു സത്യസന്ധമായിട്ടുള്ള ജീവിതവും അതൊക്കെ നമുക്ക് എന്താണ് ഒരു അനുകരണീയമായിരുന്നു. നമ്മളിപ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പോൾ അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ചാച്ചൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് അതുല്യ. ഞാൻ ചാച്ചൻ്റെ 7ാമത്തെ മോളുടെ മൂത്ത മോളാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്, അവരിവിടെ ഉണ്ട്. എനിക്ക് ചാച്ചനെയും അമ്മയെയും കുറിച്ചൊക്കെ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചാച്ചനും അമ്മയാണ്. അപ്പം വലിയ അവധിക്ക് ഇവിടെ വരുന്ന ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ തന്നെ വരാൻ പറ്റുന്ന ദൂരമല്ല, ഞങ്ങൾ ഇച്ചിരി വഴിയൊക്കെ ഉണ്ട്, 2-3 വണ്ടിയൊക്കെ കയറി വരണം. അതുകൊണ്ട് കുറച്ച് വലുതായി കഴിഞ്ഞാണ് തന്നെയൊക്കെ ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവധിക്കാകുമ്പോൾ ആൻറ്റി വിളിക്കും, വരാൻ പറഞ്ഞ് വിളിക്കും, വരും. ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്നത് സന്ധ്യാസമയത്തെ പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒത്തിരി സന്തോഷത്തോടെ പ്രാർത്ഥന ചൊല്ലി സ്തുതിയൊക്കെ ചൊല്ലി ഉമ്മയൊക്കെ കൊടുത്താൽ അത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചാച്ചന് ഓടക്കുഴൽ വായിക്കുമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു അത്. സന്ധ്യ ആകുമ്പം ഭക്തിഗാനം അതിൻ്റെയൊക്കെ ഓടക്കുഴലൊക്കെ വായിക്കുമായിരുന്നു, അത് കേൾക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ചാച്ചന് ടേപ്പിൽ പാട്ടിടുന്ന ഒരു ശീലം എന്നും ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിൽ എനിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ്, താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒത്തിരി സന്തോഷമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ പോകാൻ നേരം എടി അമ്മച്ചിയുടെ കൈ കൊടുത്തേറ്റ് ഇടട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് പൈസയൊക്കെ തന്ന് സ്കൂളൊക്കെ തുറക്കുമല്ലേ എന്നൊക്കെ ഞങ്ങളെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി എന്നും കൊച്ചുമക്കളെയും മക്കളെയൊക്കെ ഒത്തിരി സ്നേഹത്തോടെ കരുതലോടെ നോക്കിയിരുന്ന ചാച്ചനും അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എൻ്റെ പേര് റിനു ജോർജ്. എൻ്റെ സ്ഥലം അണക്കരയാണ്. എൻ്റെ ജീവിത പങ്കാളി പേര് ജോസ്മി. എനിക്ക് 3 മക്കളാണുള്ളത്, ജസ്വിൻ, ജെയ്വിൻ, ജസ്ന. പ്രത്യേകിച്ച് ചാച്ചനെ കുറിച്ചൊക്കെ പറയുകയും അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പം ഒരുപാട് പഴയ ഓർമ്മകൾ ഓടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് മനസ്സിലോട്ട് കിട്ടിയില്ല. എന്നാൽ തന്നെയും പറയാനെന്ന് പറഞ്ഞാൽ അമ്മയെക്കുറിച്ചൊക്കെ പറയണം. അമ്മ പണ്ടൊക്കെ എനിക്ക് കോപ്പയെ തന്ന ഒരു ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. കാരണം അന്ന് ക്ലാസ്സോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിൽ പോലും ഒരുപാട് ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന ഓടക്കുഴലൊക്കെ ഞങ്ങളൊക്കെ അടിച്ചു മാറ്റിയൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. അതൊക്കെ പഴയ ഓർമ്മകളാണ്. അതൊക്കെ പുതുക്കി തന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് എബിൻ. ഞാൻ ഇവിടുത്തെ മൂത്ത മകനായ തങ്കച്ചൻ്റെ മകനാണ്. ഇതെൻ്റെ ഭാര്യ ഡാനി. എൻ്റെ 2 മക്കൾ ഇലാൻ, എൻറിക്ക്. ഞങ്ങൾക്ക് ചാച്ചനെ അമ്മേനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ ഒത്തിരി നാളായിട്ട് ചാച്ചനും അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. പണ്ടത്തെ ഓർമ്മ വെച്ച് പറയുവാണെങ്കിൽ പണ്ട് ഞങ്ങൾ കണ്ടത്തെ നെൽകൃഷി ഉണ്ടായിരുന്നു. ആ നെൽകൃഷിയുടെ ഇപ്പോൾ രാവിലെ മുതൽ കണ്ടത്തിൽ പോയി നെല്ല് വിതയ്ക്കുന്നു, അത് കൊയ്യുന്നു, അതിൻ്റെ എല്ലാ പണിയും ചെയ്യാനായിട്ട് ചാച്ചനും അമ്മയും എല്ലാവരും മുൻപന്തിയിലുണ്ട്. പിന്നെ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികൾ മൊത്തം അമ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പഴയ ഒരു കുറ്റിപ്പയർ, അല്ലാത്ത വള്ളിപ്പയർ, അങ്ങനെ പയറിൻ്റെ തന്നെ പല വെറൈറ്റികൾ, ചീര, ഇഷ്ടംപോലെ. നമ്മൾ പച്ചക്കറി ഒന്നും മേടിക്കുന്നൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ അതെല്ലാം അമ്മയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴും നമ്മൾ തുടർന്ന് പോകുന്ന കൃഷിയുടെ എല്ലാം ശരിക്കും ഒരു മാതൃക എന്ന് പറയുന്ന ചാച്ചൻ അന്ന് ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നമ്മളിപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പഴയ രീതിയിലുള്ള ജൈവ കൃഷികളൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മയൊക്കെ രാവിലെ 7:30 കുർബാനയ്ക്ക് ഇവിടുന്ന് രാവിലെ പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയും ചാച്ചനും എല്ലാവരും കൂടെ ഇവിടുന്ന് നടന്ന് പോകുമായിരുന്നു. അതൊരു വളരെ നല്ലൊരു ഓർമ്മയായിരുന്നു. ആ ഒരു മാതൃക പിന്തുടർന്ന് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ ആഴ്ചയിൽ 3 കുർബാന 4 കുർബാന വരെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. അത് പോയിട്ട് വന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ സ്കൂളിലോട്ട് അത്രയും ദൂരം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വളരെ നല്ലൊരു മാതൃകയായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ചാച്ചനും അമ്മയും തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകും നിതാ നന്ദി നന്നായി കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. പ്രിയ സഹോദരങ്ങളെ, ഈ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ടോമി ആനിക്കുഴിക്കാട്ടിൽ അച്ഛൻ ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമെന്നോണം, കുടുംബത്തിൻ്റെ ഒരു ആത്മീയ പിതാവ്, ഇടയൻ എന്ന രീതിയിൽ ഈ കുടുംബത്തിൻ്റെ നന്മകളും സവിശേഷതകളും ഏറെ അടുത്തറിയുന്ന ഒരു നല്ല ഇടയൻ. ഈ കുടുംബത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് വാഴത്തോപ്പ് കത്തീഡ്രൽ ഇടവയിലുള്ള മാപ്രയിൽ തങ്കച്ചൻ്റെ ഭവനത്തിലുള്ള തങ്കച്ചൻ്റെ പിതാവിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുത്തുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടുക്കിക്ക് പ്രായമേറുന്നു എന്നുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഇന്ന് ഇടുക്കിയിലുള്ള ഭവനങ്ങളിലെല്ലാം തന്നെ കൂടുതലും വൃദ്ധരായ മാതാപിതാക്കളാണ്. അവരെ ശുശ്രൂഷിക്കാനാകട്ടെ ഇളം തലമുറ വിദേശത്തേക്ക് കുടിയേറിപ്പോയിരിക്കുന്നു. കൊച്ചുമക്കളുമില്ല. അതുകൊണ്ട് വീടുകളിൽ വളരെ ഏറെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വാർദ്ധക്യമാണ് ഇന്ന് ഇടുക്കിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഈ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ മക്കള് എത്രമാത്രം താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തി. തീർച്ചയായിട്ടും നിന്റെ പിതാവിനെയും മാതാവിനെയും നീ സംരക്ഷിക്കുക, നിന്റെ മാതാവിനെ നീ വിഷമിപ്പിക്കരുത് എന്നുള്ള വചനങ്ങളൊക്കെ നാം ഇപ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന ദേശത്തും നാം ജീവിക്കുന്ന കാലം എത്രയും അനുഗ്രഹീതരാകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം. അതിന് കൂടുതൽ പ്രചോദനമാകുവാൻ ഈ എപ്പിസോഡ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം അനുഗ്രഹീതമാക്കുന്നത്. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പുമെല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. കുടുംബം ഒരു മനോഹര ഗാനം. ഇതാണ് മാപ്രയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. കാലം മാറിയപ്പോൾ ഏറെ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ്. മക്കളോടൊപ്പം അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒപ്പം നിന്ന് അവരെ വളർത്തിയ മാതാപിതാക്കന്മാർ ഇന്ന് ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവമാണ്. കുടുംബങ്ങളിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നു, അനാഥമായി പോകുന്ന അനുഭവമാണ്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു നല്ല സന്ദേശം തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം.
ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബം, ഈ മാപ്രായിൽ കുടുംബം. 94 വയസ്സുള്ള ഈ ജോസഫ് ചേട്ടൻ നയിച്ച ജീവിതം, സാഹസികമായ ധീരമായ ജീവിതം, ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറിയ, കഷ്ടപ്പാടുകളുടെ മധ്യേ ദൈവപരിപാലനയിൽ വിശ്വസിച്ച് ജീവിതം നയിച്ച ഒരു നല്ല പിതാവ്. ദൈവം നൽകിയ 8 മക്കളെയും നല്ലതുപോലെ വളർത്തി. ആ മക്കൾക്ക് വേണ്ടിയാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന ബോധ്യം മക്കൾക്കുണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഈ പ്രായമായ മാതാപിതാക്കളെ ഈ മക്കൾ കരുതുന്ന വിധം. ഈ പിതാവിന് 90 വയസ്സായപ്പോൾ നവതി ആഘോഷം മക്കളെല്ലാവരും ചേർന്ന് ആഘോഷമായി നടത്തിയ അനുഭവമാണ്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുന്ന സഹോദരങ്ങൾ, സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ മാപ്രായിൽ കുടുംബം. പ്രിയ സഹോദരങ്ങളെ, ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഈ അനുഗ്രഹീത കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് നൽകാൻ ഒത്തിരി സന്തോഷമുണ്ട്. സ്നേഹത്തിൻ്റെ, ഞങ്ങളുടെ അംഗീകാരത്തിൻ്റെ പ്രതീകമായി ഈ സമ്മാനം സന്തോഷപൂർവ്വം നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം മറ്റൊരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.